ഒരു ഗോളാകൃതിയിൽ ഒരു ഒരു ഗ്രഹം, അന്യഗ്രഹം വിമാനം പോലെ അത് ആ രീതിയിലാണെന്നേ ഉള്ളൂ. വന്നിങ്ങനെ നിന്നു. അതിൽ നിന്ന് മഹേശ്വർ ഗുരു ബാബാജിയും മറ്റൊരു ഗ്രഹത്തിലെ അവിടുത്തെ രാജകുമാരനെ പോലുള്ള ഒരു ആളാണ്, ഭയങ്കര തേജസ്സോടു കൂടിയുള്ള ഒരാളും അവിടെ വന്ന് ഇറങ്ങുന്നു. ശ്രീ എമ്മിൻ്റെ നമ്മളെങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ആരും ഇതിൻ്റെ ലോജിക്ക് തിരക്കി യോഗ, ക്രിയായോഗ, കുണ്ടലിനി യോഗ അല്ലെങ്കിൽ തന്ത്രം ഇതെല്ലാം ഒന്ന് തന്നെ ഏകദേശം. എൻ്റെ യന്ത്രാണിത്, എൻ്റെ പേരാണ് മന്ത്രം. ബ്രെയിനിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത്, ചിന്തയിലൂടെയും ഈ കാഴ്ചയിലൂടെയും. ഒരു പണിയും ചെയ്യാതിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അവനവൻ ചെയ്യാത്തത് കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യം വന്നത്. ക്ഷേത്രം തന്നെ മനുഷ്യന്റെ രൂപത്തിലാണ്. യുക്തിവാദിയെ വരെ മാറ്റിയെടുക്കാൻ കഴിയും. ഞാനും ഒരു യുക്തിവാദിയായിരുന്നു. യുക്തിവാദിയായി ഒരുപാട് പേരെ യുക്തിവാദികളാക്കിയതിനു ശേഷം സ്പിരിച്വാലിറ്റിയിലേക്ക്. അതെ, എന്നുവെച്ചാൽ നമ്മൾ അവിടെ കൊണ്ട് നിൽക്കരുത്. ഈ റീബർത്ത്, റീകാർണേഷൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ റെക്കി കൊടുക്കുന്നത് നമ്മുടെ ആൽഫ ലെവലിലേക്ക് നമ്മൾ വന്നിട്ട കംപ്ലീറ്റ് റിലാക്സേഷനിൽ വന്ന് പേഷ്യൻറ്റും അങ്ങനെ വരാൻ നമ്മൾ അവരെ വരുത്തണം. കാരണം പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വേവ് ലെങ്തില്ലേ എനർജിയുടെ, അതിലേക്ക് നമ്മൾ വരണം. അതാണല്ലോ എടുത്തു കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ആ ഒരു വേവ് ലെങ്തിലേക്ക് വന്നിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടോ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ടോ ഒന്നും പറ്റില്ല. ഇപ്പോൾ അങ്ങനെ പറ്റില്ല, എനിക്ക് പറ്റില്ല, മറ്റുള്ളവർ പറ്റുമോ അറിയില്ല. അപ്പോൾ അങ്ങനെ ആള് പറഞ്ഞു, വയറിങ്ങനെ കുടത്തിന്ന് വെള്ളമെടുത്ത് ഒഴിച്ചതുപോലെ വയറിങ്ങനെ കലങ്ങി മറിഞ്ഞ് പോയി, എൻ്റെ ജലദോഷം മാറി. അതാണ് അപ്പം കിട്ടുക, അപ്പം തന്നെ അവിടെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോൾ എങ്ങനെ കാണുന്നു. അതിന് വിവേകാനന്ദൻ, ശ്രീ വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സാഹിതി സംഗ്രഹം എന്നുള്ള ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹം റേക്കിയൊന്നും പഠിച്ച ആളല്ലല്ലോ, അന്ന് റേക്കിയൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് മികാവു സൂയി വന്നെന്ന് തോന്നുന്നു. അപ്പോൾ പറയുകയാണ്, വിദൂര ചികിത്സ, ആ സെൻറ്റൻസൊന്നും അതേപോലെ എനിക്ക് ഓർമ്മയില്ല, കാര്യം പറയാം. വിദൂര ചികിത്സ സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാണശക്തി എങ്ങോട്ട് അയച്ചാലും അത് പോകാത്ത വിധം തടസ്സം എങ്ങുമില്ലല്ലോ, വിഘാതം എങ്ങുമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയോ ഒന്നും അതിന് ഈ എനർജി പോകാൻ വിഘാതമല്ല. കറണ്ട് എങ്ങനെയാണോ പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തിനേയും ഇപ്പം നമ്മളൊരു വീട് മൊത്തം അടച്ചിട്ടിട്ട് ഇരുന്ന് മൊബൈലിൽ വിളിച്ചാലും കിട്ടുന്നില്ലേ, അതേപോലെ തന്നെയാണ്. ഇതും നമ്മള് പ്രവർത്തിക്കുന്ന ഈ ടെലിപ്പതി എന്നൊക്കെ പറയില്ലേ? അതെ, ഇത് തന്നെയാണല്ലോ മനസ്സ്. ഇപ്പം ഏറ്റവും അടുപ്പമുള്ളവർ തമ്മിൽ ഏറ്റവും വേവ് ലെങ്ത് ഒക്കെ കറക്റ്റായ ആൾക്കാർ തമ്മിലാണ് ടെലിപ്പതി വർക്കാവുക. അത് നടക്കും. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഈ റെക്കിയൊക്കെ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്നും എനിക്കത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പലരിൽ നിന്നും, ഒരാളല്ല, ഏറ്റവും ആദ്യം ഒരു കൂട്ടുകാരി, അവർ ഭയങ്കര പവർഫുള്ളായിട്ടൊരു ലേഡിയാണ്, ഭയങ്കര എഴുത്തുകാരിയൊക്കെയാണ്, ഡോക്ടറാണ്. അപ്പോൾ അവർ ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അതാ, ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നു, ആൾ ഏറ്റവും പുറകിലിരിക്കുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടത് ഞെട്ടി തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പം ആളെ ഞാൻ കണ്ടു, ബാക്കിലിരിക്കുന്ന ആളെ. ഞാൻ എഴുന്നേറ്റ് ചെന്നു, എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉറക്കെ എങ്ങനെ ലൈബ്രറിയിൽ നിന്ന് വിളിക്കാൻ പറ്റും, ഞാൻ ടെലിപ്പതിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ, അത് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിൽ വിളിക്കുക, അതറിയും. ഈ വേവ് ലെങ്ത് കറക്റ്റായവർ വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ സാധിക്കും. മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറുതല്ല. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ഈ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ആകാശത്തോളം വിശാലമാണെന്ന് ആ ന്യൂറോളജിസ്റ്റ് പറഞ്ഞത് എനിക്ക് പഠിക്കാൻ പറ്റുമോ? ആർക്കും പഠിക്കാൻ പറ്റും, താല്പര്യം മാത്രം മതി. ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ആവശ്യമില്ല. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനുണ്ട്. നമ്മൾ ദീക്ഷ ആർക്ക് കിട്ടിയാലും ഇത് വർക്കാവും. ദീക്ഷ കിട്ടിയാൽ മാത്രമേ യന്ത്രവും മന്ത്രവും നമ്മളിൽ വർക്കാവും. അതുകൊണ്ടാണ് ദീക്ഷ കിട്ടുമ്പോൾ മാത്രം ഇത് വർക്കാവുന്നത്. ഇത് ഗുരുശിഷ്യ പരമ്പരയാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് കണ്ടുപിടിച്ച ഇപ്പം ഈ യന്ത്രവും മന്ത്രവും എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള നമുക്ക് അത്ഭുതം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ് MSc കഴിഞ്ഞവർ എൻ്റെ അടുത്ത് റേക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഞാനതിൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റേക്കിയെ കുറിച്ചൊരു ബുക്ക് എഴുതുമ്പോൾ ഇതിൻ്റെ എനർജി എനിക്ക് ഫിസിക്സ് അത്ര അങ്ങോട്ട് അറിയൊന്നുമില്ല. ആ എനർജിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിസിക്സാണ്, ശരിക്കും ക്വാണ്ടം ഫിസിക്സാണ്, എനർജിയാണ് ഇവിടെ നടക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ
അത്രയും മൈൻഡ് പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്കെപ്പോഴും പ്രാണായാമം മെഡിറ്റേഷനും ഒക്കെ എപ്പോഴും വേണം. നമ്മൾ പവർഫുൾ ആയിരിക്കണം. പിന്നെ ദീക്ഷ കിട്ടുന്നതോടുകൂടി യൂണിവേഴ്സുമായിട്ട് നമ്മൾ ഇതുവഴി കണക്റ്റ് ആവുകയാണ്, ചാനലൈസ് ചെയ്യുകയാണ് ദീക്ഷ എന്ന് പറയുമ്പോൾ. ദീക്ഷ എന്ന് പറയുമ്പോൾ മൂലാധാര ചക്രത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഓരോ ചക്രങ്ങളിലൂടെയും കൊണ്ടുവന്ന് സഹസ്രാരം വഴി പുറത്തേക്ക് യൂണിവേഴ്സുമായിട്ട് ലയിപ്പിക്കുക എന്നുള്ളതാണ് ദീക്ഷയുടെ ഒരു പടി. ദീക്ഷ ചെയ്യുന്ന ആൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സർക്യൂട്ട് പൂർത്തിയാകും. നമ്മുടെ ഉള്ളിലൊരു സർക്യൂട്ട് ഉണ്ട്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നെഗറ്റീവും പോസിറ്റീവുമാണ്. അതിൽ ഇവിടെ ഓപ്പൺ ആണ്. അത് പൂർത്തിയാകാനാണ് നമ്മൾ കേജരി മുദ്ര, നാവിൻ്റെ അറ്റം അപ്പർ പാലറ്റിൽ ടച്ച് ചെയ്യുന്നതാണ് കേജരി മുദ്ര. മൂലബന്ധം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മസിൽ കൂട്ടി ചേർക്കുമ്പോൾ നമ്മുടെ ഓറിഫേസ്, ഏനൽ ഓറിഫേസ്, യൂറിനറി ഓറിഫേസ് ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് ആകും. ഇങ്ങനെ മൂലബന്ധത്തിലും കേജരി മുദ്രയിലും നിന്നിട്ടാണ് ഗുരു ശിഷ്യന് ദീക്ഷ കൊടുക്കുന്നത്. അതായത് യൂണിവേഴ്സ് പവർ നമ്മുടെ ഉള്ളിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ എന്നിട്ടാണ് അവൻ ഒരുപാട് സങ്കല്പിക്കാനുണ്ട്, എല്ലാ സങ്കല്പ. പിന്നെ മെഡിറ്റേഷനും എല്ലാം സങ്കല്പം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. കൊടുക്കുമ്പോൾ ക്രിയായോഗയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ. യോഗ, ക്രിയായോഗ, കുണ്ടലിനി യോഗ അല്ലെങ്കിൽ തന്ത്രം ഇതെല്ലാം ഒന്ന് തന്നെ ഏകദേശം. പല രീതികളുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ യോഗയും വേണം, ക്രിയായോഗയും വേണം, തന്ത്രവും വേണം. ഇത് മൂന്നും കൂടെ ആകുമ്പോഴാണ് ഏറ്റവും നല്ല സാധകനാവുന്നത്. ഇത് മൂന്നല്ല, ശരിക്കും ഒന്നിച്ച് നിൽക്കേണ്ടത് തന്നെയാണ് റേക്കി. അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം, അത്രയും നല്ല ഗുരുവിനെ കിട്ടണം. കാരണം ഇതെല്ലാം പഠിച്ച ഒരാളാകുമ്പോഴാണ് ശിഷ്യന് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരത്രയും ഉയർന്നു പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ദീക്ഷ കൊടുത്ത് നമ്മളെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യന്ത്രവും മന്ത്രവും നമ്മുടെ സ്പിരിച്വൽ ബോഡിയിൽ നിക്ഷേപിക്കാം. ഈ ദീക്ഷയ്ക്ക് ഒരു പ്രോസസ് ഉണ്ട്. അല്ലല്ല, നമ്മളിപ്പോ ഓം എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഓം എഴുതുന്ന സംസ്കൃതത്തിൽ എങ്ങനെയാ, ഇങ്ങനെയല്ലേ? അപ്പൊ അത് യന്ത്രം, ഓം എന്നുള്ള വാക്ക് മന്ത്രം. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് സ്വസ്തിക, ഇത് യന്ത്രം, സ്വസ്തിക എന്നുള്ളത് മന്ത്രം. ഉദാഹരണമാണ് ഇത് റേക്കിയിലുള്ള നല്ല കേട്ടോ. ഇനി വേറൊന്ന്, ഇത് യന്ത്രാണ്, എൻ്റെ പേര് മന്ത്രാണ്, എൻ്റെ യന്ത്രാണിത്, എൻ്റെ പേരാണ് മന്ത്രം. നമ്മുടെ മസ്തിഷ്കം അത് യന്ത്രവും മസ്തിഷ്കം എന്നുള്ളത് മന്ത്രവും. ഇപ്പോൾ ഒരു പേന എന്നുള്ളത് അത് യന്ത്രവും പേന എന്നുള്ളത് പേരും. അങ്ങനെ യന്ത്രവും മന്ത്രവും ചേരുന്നതാണ് തന്ത്രം. തന്ത്രം ഊർജ്ജതന്ത്രം, പ്രാപഞ്ചിക ഊർജ്ജതന്ത്രം നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. പ്രാപഞ്ചിക ഊർജ്ജതന്ത്രമാണ് തന്ത്രശാസ്ത്രം. അത് ഒരു അന്ധവിശ്വാസമോ ഒരു ദൈവികമായിട്ടുള്ള ഒന്നുമല്ല, അത് ഊർജ്ജതന്ത്ര ശരിക്കും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാർ അത്രയും ബുദ്ധിയുള്ളവരാണ്. എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് അത്ഭുതമാണ്. ആ മന്ത്രം ജപിക്കുമ്പോഴേക്കും എനർജി നമ്മളിലൂടെ വരുന്നത് നമുക്കറിയാം. അത് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അത് ചെയ്യേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്. നമ്മൾ അതിലെ വന്ന് അനാഹതം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടാണ് പിന്നെ അനാഹതം വഴി കയ്യിലൂടെ പുറത്തേക്ക് പോകുന്നത്. കയ്യിലെ ഇത് ചക്രാസാണ്, വിരലിൻ്റെ അറ്റമൊക്കെ ചക്രാസാണ്. റെക്കി കൊടുക്കുന്ന ആൾ എപ്പോഴും കൈ ഇങ്ങനെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൂടെയാണ് റെക്കി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കണ്ണിലൂടെയും വരും. അതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും റെക്കി ചെയ്യുമ്പോഴും ഒക്കെ കണ്ണടച്ചിട്ട. കാരണം പറഞ്ഞല്ലോ, കണ്ണിലൂടെയാണ് നമ്മുടെ എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. കാരണം ഒരുപാട് കാഴ്ചകൾ കാണുന്നു, കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. അപ്പോൾ എനർജി ഒരുപാട് നഷ്ടമായിക്കൊണ്ടേയിരിക്കും. ഓരോന്ന് വിവേചിച്ചറിയുമ്പോൾ കാണുമ്പോൾ ബ്രെയിനിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത്, ചിന്തയിലൂടെയും ഈ കാഴ്ചയിലൂടെയും. ഒരു പണിയും ചെയ്യാതിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലൂടെ ഇറക്കി കൊടുക്കുന്നു, നോക്കി കൊടുക്കാം. പ്രാക്ടീസ് ഒരുപാട് ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെയും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്തിരിക്കുന്നവർക്കും ദൂരെ ഇരിക്കുന്നവർക്കും ഒക്കെ നമ്മൾ ഈ യന്ത്രവും മന്ത്രവും ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നു. പഠിക്കുന്ന ആൾക്കും ദീക്ഷ കിട്ടിക്കഴിയുമ്പോൾ ഇത് അവർക്കും ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ആർക്കും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? സാധാരണപ്പെട്ട ഒരു പ്രേക്ഷകന്റെ അതെ, തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ശാരീരികമായിട്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന്, അസുഖമൊന്നുമില്ല, പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, നേടണം എന്നുണ്ടാവും. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണില്ലേ? എന്താണ് ആഗ്രഹമുള്ള കാര്യം? ഗോൾ
അച്ചീവ് ചെയ്യാനാണല്ലോ. അപ്പൊ അതിന് യന്ത്രവും മന്ത്രത്തിന്റെ സഹായം കൂടി ഇവിടെ ഉണ്ട്. യൂണിവേഴ്സാണ് നടത്തി തരേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിലേക്ക് നമ്മൾ ഈ ചിന്തകളെ അയക്കുന്നത് ഈ യന്ത്രവും മന്ത്രവും വഴിയാണ്. യന്ത്രവും മന്ത്രവും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അയക്കുക. അപ്പോൾ യൂണിവേഴ്സ് പവറിനെ എടുത്ത് ആംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങോട്ടും അയക്കുന്നതാണ് റേക്കി. അപ്പം നമ്മുടെ എന്താണോ നമ്മുടെ ഗോൾ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. റേക്കിൽ അങ്ങനെയാണ്. എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അത് യന്ത്രം വിഷ്വലൈസ് ചെയ്യുകയും മന്ത്രവും ജപിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇൻറ്റൻഷനോടുകൂടി ആ ഫുൾഫിൽ ചെയ്ത കാര്യത്തെ കണ്ടുകൊണ്ട് കുറച്ച് നേരം റെക്കി കൊടുക്കുക എന്ന് പറയും. നമ്മൾ എനർജി ഫീൽഡ് ഇവിടെ കാണുന്നതെന്ന് വെച്ചോ, അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അതിനെ എടുത്ത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. പിന്നെ യൂണിവേഴ്സ് നോക്കിക്കോളും. അത് നടക്കുന്നതുവരെ നമുക്കത് ചെയ്യാം. അങ്ങനെ ഏത് കാര്യവും നേടാം. ഈ മന്ത്രമെന്ന് പറയുമ്പോൾ ജപിക്കും തോറും മന്ത്രത്തിന്മേൽ സിദ്ധി വരിക എന്ന് പറയും. മന്ത്രമാണ് ദേവതയായിട്ട് മാറുന്നത്. ഒരു ബിംബത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അത് ആ ദേവതയായി മാറുന്നത് ആ മന്ത്രജപം കൊണ്ടാണ്. ഓരോ ദേവതയ്ക്കും പ്രത്യേക ബീജ മന്ത്രങ്ങളുണ്ട്. പൂജാദ്രവ്യങ്ങൾ, പൂജാപുഷ്പങ്ങൾ, വസ്ത്രം ഒക്കെ ഉള്ളത് ഓരോ ദേവതയ്ക്കും അങ്ങനെയുള്ളത് ഈ പ്രത്യേക ഫ്രീക്വൻസി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് അത് ദേവതയാക്കി മാറ്റുന്നത്. ശരിക്കും അങ്ങനെ ഒരു വ്യക്തിനെ അല്ല ഇരുത്തുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബിംബം. ബിംബാരാധന എന്തിനാന്ന് വെച്ചാൽ ആ ബിംബം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ അവനവൻ ചെയ്യാത്തത് കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യം വന്നത്. ക്ഷേത്രം തന്നെ മനുഷ്യൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നു, ആ എനർജീനെ സാധാരണ ജനങ്ങൾ വന്ന് എടുത്തിട്ട് പോകുന്നു. സാധാരണ ജനങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നിട്ട് തൊഴുമ്പോൾ ആ എനർജിയെ സ്വീകരിക്കുക ചെയ്യാം. ചില ക്ഷേത്രങ്ങളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ആ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോവുകയും ചെയ്യും. കാരണം എവിടെ ഓറ ഒരുപാട് വികസിക്കുന്നു അവിടെ ഒരുപാട് പേരാൽ ആകർഷിക്കപ്പെടും. അതിപ്പോൾ മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ്. നല്ല ഓറയുള്ളവരുടെ അടുത്തേക്ക് ഒരുപാട് പേര് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു എനർജീനെ ഇപ്പം രാവിലെ പൂജ കഴിഞ്ഞ് ഉച്ചയ്ക്കും പൂജ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. വൈകിട്ടും പൂജ ചെയ്യുന്നു. കാരണം ആളുകൾ വന്ന് കൊണ്ടുപോയി വീണ്ടും അവിടെ എനർജീസ് ചെയ്യണം. പിരമിഡ് ആകൃതിക്ക് എനർജീനെ കൂടുതൽ നേരം അവിടെ നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ എല്ലാം ഗോപുരം പിരമിഡാണല്ലേ. ഈജിപ്തിലെ പിരമിഡും അതല്ലേ. അവിടെ ആളുകൾ എന്തുകൊണ്ട് അവിടെ ഡീക്കേഡ് ചെയ്യാതെ അവിടെ നിൽക്കുന്നു? അതാണ് എനർജി കൂടുതൽ നേരം തങ്ങി നിൽക്കുന്നു. അത് ഊർജ്ജതന്ത്രം അവിടെ ചെയ്യുന്നത് പ്രാപഞ്ചിക. അതുകൊണ്ടാണ് ഈ ചില ഇത്തരത്തിലുള്ള ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ യന്ത്രങ്ങൾ, അത് പല യന്ത്രങ്ങളുണ്ട്. ഈ യന്ത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ത്രികോണ ഷേപ്പിലായിരിക്കും ഉള്ളത്. ഇപ്പോൾ ശ്രീചക്രമാണെങ്കിൽ പോലും ആ ഒരു ത്രികോണ ഷേപ്പ്. മാത്തമാറ്റിക്സും ഫിസിക്സും തന്നെയാണ് ഇതെല്ലാം. എല്ലാം ത്രികോണം, ചതുരം, വൃത്തം, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ രൂപത്തിൽ വരുന്നത് കൂടുതലും. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കി ചെയ്യാം. അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ അയക്കുന്നു, പറഞ്ഞല്ലോ, യൂണിവേഴ്സ് നോക്കിക്കോളും. അപ്പോൾ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും ഇപ്പോഴത്തുള്ള ആറ്റിറ്റ്യൂഡേ മാറും. നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുക ചെയ്യുക. ദീക്ഷ എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. ദീക്ഷയോട് കൂടി നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുക. നമ്മുടെ അതുവരെയുള്ള പാപകർമ്മങ്ങളെല്ലാം ക്ഷയിക്കും. പാപം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരെ നമ്മുടെ ഉള്ളിൽ തന്ന കുറേ വിഷമങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് സങ്കടങ്ങളും മുറിവുകളും അങ്ങനെയുള്ള എല്ലാം മാറിയിട്ട് നമ്മളൊരു പുതിയൊരാളായി മാറും. അതുകൊണ്ട് നമുക്ക് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട നേട്ടം, നമ്മൾ ഫുൾ ഹാപ്പിനെസ്സിലായിരിക്കും. നിറവെന്ന് പറയും, ഒരു എറ്റേണൽ ഫുൾനെസ് ആണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞല്ലോ, അപാരമായ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്, ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മുഴുവനും ഉണർന്ന് നമ്മളുടെ എറ്റേണൽ പവർ വർദ്ധിക്കുന്നതോടുകൂടി നമ്മൾക്ക് ആ ഒരു ഹാപ്പിനെസ് വരും, നിറഞ്ഞിരിക്കും. നമുക്കിപ്പോൾ നമ്മൾക്ക് അതില്ല, ഇതില്ല, അങ്ങനെ ഇല്ല, മറ്റൊരാൾക്കതുണ്ട്, എനിക്കില്ല, അല്ലെങ്കിൽ എന്നോട് ആർക്കും സ്നേഹമില്ല, പല പരാതികളും പറയുന്നവരായിരിക്കും. പക്ഷേ ഇതോടുകൂടി അതെല്ലാം നിൽക്കും, ഒരു നിറവ് വരും, ഫുൾ ഹാപ്പിനെസ്സിലാവും. പിന്നെ സന്തോഷിക്കാൻ നമുക്ക് പുറത്തുനിന്ന് കാരണങ്ങളൊന്നും വേണ്ട, കാരണം അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് മറ്റാർക്കും നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങോട്ട് എപ്പോഴും വേണം. പക്ഷേ ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും വേണ്ട. പിന്നെ തർക്കിക്കുന്നവരില്ലേ, യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര തർക്കമായിരിക്കും അവര്. അപ്പോൾ അതെല്ലാം മാറും, തർക്കമൊക്കെ മാറും. നമുക്ക് മനസ്സിലാകും
ഇത് അവരെത്തേണ്ട സ്ഥലത്ത്, ആ അറിവിലേക്ക് അവരെത്തേണ്ട സ്ഥലത്ത് യുക്തിവാദിയെ വരെ മാറ്റിയെടുക്കാൻ കഴിയും. പറ്റും. പക്ഷെ അവർ തയ്യാറാവണം. ഞാനൊരു യുക്തിവാദിയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റുകോവൂരിൻ്റെ ബുക്കൊക്കെ വായിച്ചിട്ട് യുക്തിവാദി ആയതാ. പക്ഷെ ഞാൻ ഒരുപാട് പേരെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഭയങ്കര തർക്ക വിദഗ്ധയായിരുന്നു. പക്ഷേ ഈ റെക്കിയിലൊക്കെ വന്ന് ക്രിയായോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം പഠിച്ച് എൻ്റെ ഉള്ളിൽ ആ ഒരു നിറവും അതെല്ലാം വന്നതിന് ശേഷം അതെല്ലാം നിന്നുപോയി. എനിക്കിപ്പോൾ തർക്കിക്കാനേ അറിയില്ല. യുക്തിവാദിയായി ഒരുപാട് പേരെ യുക്തിവാദികളാക്കിയതിനു ശേഷം സ്പിരിച്വാലിറ്റിയിലേക്ക്. അതെ, എന്നുവെച്ചാൽ നമ്മൾ അവിടെ കൊണ്ട് നിൽക്കരുത്. അതാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കരുത്. വീണ്ടും നമ്മളെപ്പോൾ ഇപ്പോഴും ഞാൻ ഓപ്പണാണ്. എന്തെല്ലാം പുതിയ അറിവുകൾ എനിക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മളൊരു ശിശുവിനെ പോലെ ആയിരിക്കണം ഇപ്പോഴും. അത് ശിശുവിനെ പോലെ ആയിരിക്കണം നമ്മളെപ്പോഴും. അറിവിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇത്രയും വർഷം 23 വർഷം സാധന ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ. പക്ഷെ ഞാൻ കാണുന്നത് അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ, അറിവിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഒരു അണുവേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിയണം എന്നുള്ള, ഇപ്പോഴും എന്താണെന്ന് അറിയണം എന്നുള്ള ആ ഒരു കാര്യം എന്താണ്? ഈ ആർക്കറിയാം പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച്? കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായത്? എങ്ങനെയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി? ഭൂമിയിൽ മാത്രമേ ഉള്ളൂ മനുഷ്യൻ. മരണം എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. എന്തിനാ മരിക്കണത്? എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ആളുകളിങ്ങനെ മരിച്ചു പോകുന്ന. അപ്പം നമ്മുടെ ഏറ്റവും സങ്കടം മരണം തന്നെയാണ്. അപ്പോൾ രോഗം, അവരിങ്ങനെ എത്രയും നമ്മൾ ആരാധിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ആളൊക്കെ ഇങ്ങനെ പ്രായം വന്ന് അങ്ങനെയല്ല ശരീരം ശോഷിച്ച് അവർ മരണത്തിലേക്ക് പോവുക, നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമില്ലേ. അപ്പോൾ അത് എല്ലാവരുടെയും സങ്കടവും തന്നെയാണ്. അതിനുള്ള അന്വേഷണമായിരുന്നു ഈ മഹർഷീശ്വരന്മാർ ചെയ്തതെല്ലാം. ശരീരത്തെ ആരോഗ്യമായിട്ട് സൂക്ഷിക്കാനും മരണത്തെ ജയിക്കാനും. അങ്ങനെ മരണത്തെ ജയിച്ച ആളാണ് ഗുരു ബാബാജി എന്നല്ലേ പറയുക. അപ്പം അതാണ് അന്വേഷണം നമ്മുടെ എല്ലാവരുടെയും. അപ്പം അതിന് റീബർത്ത്, റീകാർണേഷൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ അറിവുള്ളവർ പറയുമ്പോൾ നമുക്ക് ഇല്ലെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് വാദിക്കാനും പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ ആപ്തവാക്യം എന്ന് പറയും, ആപ്തന്മാർ, മഹാന്മാർ പറഞ്ഞ കാര്യം നമുക്ക് ഉൾക്കൊള്ളണം നമ്മൾ. ഇപ്പോൾ ശ്രീ എം ഒക്കെ പറഞ്ഞു, ഗുരു ബാബാജിയെ കണ്ടിട്ടുണ്ട്. ശ്രീ എമ്മിൻ്റെ മുന്നിൽ വേറൊരു ഗ്രഹത്തിൽ നിന്നും ഒരു വിമാനം പോലെ ഒരു ഗോള വായിച്ചിട്ടുണ്ടോ? അത് വായിക്കണം. ഒരു ഗോളാകൃതിയിൽ ഒരു ഗ്രഹം, അന്യഗ്രഹം വിമാനം പോലെ, അത് ആ രീതിയിലാണെന്നേ ഉള്ളൂ. വന്നിങ്ങനെ നിന്നു. അതിൽ നിന്ന് ഗുരു ബാബാജിയും മറ്റൊരു ഗ്രഹത്തിലെ അവിടുത്തെ രാജകുമാരനെ പോലുള്ള ഒരു ആളാണ്, ഭയങ്കര തേജസ്സോടു കൂടിയുള്ള ഒരാളും അവിടെ വന്ന് ഇറങ്ങുന്നു. ശ്രീ എമ്മും അദ്ദേഹത്തിൻ്റെ ഗുരു മഹേശ്വരനാഥും നിൽക്കുമ്പോൾ വന്നിറങ്ങും. നമ്മളെങ്ങനെ വിശ്വസിക്കാതിരിക്കും? അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുക. ശ്രീ എം ബുക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, ഇതിലെഴുതിയ കാര്യങ്ങളൊന്നും, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ ആരും ഇതിൻ്റെ ലോജിക്ക് തിരക്കി ഇതിനെ വിമർശിക്കാൻ വരേണ്ട, കാരണം ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിന് നിരക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പേജ് മറിച്ചേക്കൂ എന്നാണ് പറഞ്ഞത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും?